നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, തുല്യത, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. വർഷാവർഷം നമ്മൾ കൊണ്ടാടുന്ന ഈ വനിതാ ദിനം സമൂഹത്തിൽ ഏത് രീതിയിലുള്ള പ്രതിഫലനങ്ങൾക്കിടയാക്കുന്നുണ്ട് എന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സാഹചര്യവും വ്യത്യസ്തമല്ല. നവകേരളത്തിൽ സ്ത്രീ സുരക്ഷ എത്രത്തോളം എന്നതാണ് ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധി നവ്യ ഹരിദാസ്, CPI പ്രതിനിധി രാഖി രവികുമാർ, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത് ജഹാനൊപ്പം റിട്ടയർഡ് അധ്യാപികയായ ജയ രാമചന്ദ്രക്കുറുപ്പും. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമതി നുസ്രത് ജഹാൻ, നമുക്കറിയാം ഇന്ന് ലോക വനിതാ ദിനം. സമത്വം, നീതി, തുല്യത, ശാക്തീകരണം ഇവയൊക്കെ സന്ദേശമാകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവയൊക്കെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നവകേരളം, നവോത്ഥാനം, ഇങ്ങനെ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വാക്കുകളുടെയൊക്കെ എത്രത്തോളം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീ ജനതയ്ക്ക്, സ്ത്രീകൾക്ക് സമൂഹത്തിൽ തുല്യ പ്രാധാന്യം കിട്ടുന്നുണ്ട്, അവർ ആക്രമിക്കപ്പെടാതിരിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. എല്ലാ വനിതാ ദിനത്തിലും നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ കാണിക്കുന്ന കണക്കുകൾ വർഷാവർഷം കൂടി വരുന്നത് തന്നെയാണ്. ശ്രീമതി നുസ്രത് ജഹാൻ, ഇന്നത്തെ ഈ ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, സുരക്ഷേനേക്കാൾ അധികം എനിക്ക് തോന്നുന്നത് ബഹുമാനമാണ് സ്ത്രീക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. വേറെ ഒരു സംസ്ഥാനത്ത് വരുന്ന പോലെയല്ല. കാരണം ബഹുമാനം നഷ്ടപ്പെടുമ്പോഴാണ് ഈ സുരക്ഷയില്ലായ്മ വരുന്നത്. കാരണം സ്ത്രീ വെറും ഒന്നിനും പറ്റാത്ത ഒരു വസ്തു. അപ്പോ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ പറയുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കാനും പ്രസവിക്കാനും മാത്രമുള്ള യന്ത്രമായി കണ്ടത് അതിങ്ങനെ കൂടി വരുന്ന ഒരവസ്ഥയിലേക്കാ പോണത്. അപ്പൊ ഒരു കൂട്ടർ അതിനെ മെജോറിറ്റി ആൾക്കാർ, കൊച്ചു കേരളത്തിലെ മെജോറിറ്റി ആൾക്കാർ സ്ത്രീക്ക് ഒരു വിലയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. അവിടെ രാഷ്ട്രീയവും. അപ്പൊ അതിനെ സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു നേതാവിന് അതിനെതിരെ പറയാനോ ഒന്നും ആരും മുന്നോട്ട് വരുന്നില്ല. രാഷ്ട്രീയ മേഖലയിലും നമ്മൾക്ക് ഒരുപാട് മുന്നോട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എവിടെയോ ഒരുപാട് അവസരങ്ങളോ വോയിസോ ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് പറയുമ്പം അവരുടെ ആശയങ്ങളോ ഒന്നും അവർക്ക് ആരിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സുരക്ഷയില്ലായ്മ എന്നുള്ള വരുന്നത് അതിന്നാണ്. നമ്മളെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ വരണം. പിന്നെ ഒരു സർക്കാരിന് എത്രയോ അധികം ഒരാൾക്ക് സുരക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാനും ഒക്കൂല. കാരണം അത് ഞാൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്ന 2025 പിറന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കേരളത്തിനെ കണ്ട്. അപ്പോ ഇത് മറ്റുള്ള സ്റ്റേറ്റിൽ എത്തുമ്പോ നമുക്ക് ഇത്തിരിയും കൂടി അവിടെ ഒരു റെസ്പെക്ട്, സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു റെസ്പെക്ട് ഉണ്ട്. അത് എവിടെയാണ് കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന റെസ്പെക്ട് ഇല്ലാതെ പോകുന്ന ഏതൊരു സ്ത്രീക്കാണ് റെസ്പെക്ട് കിട്ടുന്നത്? ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചറിനെ പോലും റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, സോഷ്യൽ മീഡിയയുടെയും എല്ലാം വന്നതിന്റെ കാരണം കൊണ്ട് ഇത് ഒരുപാട് നമ്മളിന്ന് കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ നമ്മൾക്ക് സ്ത്രീനെ പറ്റിയിട്ട് അപമാനിച്ച് എഴുതണ പോലെ സോഷ്യൽ മീഡിയയിൽ ഇത്രമധികം സ്ത്രീനെ അപമാനിക്കുന്ന ഒരു മേഖല കേരളത്തിലത്തെ സ്ത്രീകൾക്കല്ലാതെ കിട്ടുന്നില്ല എന്നുള്ള 100% ഉറപ്പാ. ഞാൻ പല മാധ്യമങ്ങളിലും പല സ്റ്റേറ്റിന്റെ ഇതിലും പല ആൾക്കാരോട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. വളരെ മോശമായിട്ട്, നല്ലത് പറഞ്ഞാൽ പോലും അവിടെ വന്നിട്ട് അതിന്റെ താഴെ വൃത്തികേടുകളെ. അപ്പൊ പിന്നെ സ്ത്രീക്ക് എങ്ങനെ വില ഉണ്ടാവുക? സുരക്ഷ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ സൈബർ പോലീസിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്ക് നീതി കിട്ടുന്നുണ്ട്? മുഖ്യമന്ത്രിന്റെ മകൾക്കും മുഖ്യമന്ത്രിക്കൊക്കെ കിട്ടും, അത് വലിയ ആൾക്കാർ. അപ്പൊ താഴെ കടയിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ സുരക്ഷ എങ്ങനെ ഇവർ ഉറപ്പാക്കുന്നുള്ള
എത്ര അപമാനിച്ചുകൊണ്ടാണ് ഒരു നേതാവായാലും ഒരു എഴുത്തുകാരിയായാലും ഒരു ടീച്ചറായാലും ഒരു വീട്ടമ്മയായാലും അത് നമ്മൾ ശീലിപ്പിക്കേണ്ട നമ്മളെ വീടിന്റെ അകത്ത് തന്നെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ലോകമെമ്പാടും സ്ത്രീകൾക്ക് ഇന്ന് വെല്ലുവിളി തന്നെയാ. അത് ലോകമുണ്ടായ കാലത്ത് തൊട്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം പറയാന്. പക്ഷെ അതിന് നമ്മൾക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് എവിടെ വന്നു. പക്ഷെ ഭാരത സ്ത്രീകൾ, നമ്മൾ ഭാരതത്തിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു പ്രധാനമന്ത്രി പോലും ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിന് സ്ത്രീയായിട്ട്. പക്ഷെ അവര് പോലും അവരെ ആത്മകഥയിൽ എഴുതുന്ന അവരുടെ അച്ഛൻ അത്രയും വലിയ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവരുടെ പേഴ്സണാലിറ്റി കൊണ്ടും ശക്തി കൊണ്ടും വന്നതാണെന്നുള്ളത് ഇപ്പൊ അടുത്ത ദിവസം കങ്കണന്റെ ഒരു ഏറ്റവും വലിയൊരു മൂവി ആയിരുന്നു എമർജൻസി എന്ന് പറഞ്ഞ മൂവി, കാണേണ്ടതാണ് കങ്കണന്റെ. ആ മൂവിയിൽ പറയണ അവരെ എത്രമാത്രം ആ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള ഇവർക്കൊക്കെ ഉള്ളൂ ഇതിനുള്ള അധികാരം. പിന്നെ നമ്മളിപ്പോ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷയില്ല. സുരക്ഷ എവിടെയുള്ള? ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കോഴിക്കോട് വന്നിട്ട് എന്റെ നാട്ടിൽ വന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. എന്നെ ആര് പ്രൊട്ടക്ട് ചെയ്യല്ല. കാരണം ഞാൻ എന്താ ചെയ്യണേ? ഞാൻ ആരുടെ ഒന്നിനുമല്ല പോയത്. ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണേ. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണോ, രാഷ്ട്രീയം പറയണതോ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യണ ആ സ്ത്രീക്ക് തീരെ സുരക്ഷിതത്വം ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ശ്രീമതി രാഖി രവികുമാർ, വർഷത്തിൽ ഒരു ദിവസം ഈ രാത്രി നടത്തം സംഘടിപ്പിച്ചതുകൊണ്ടായോ സ്ത്രീ സുരക്ഷ എന്നുള്ളത്? കാരണം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 82% സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വനിതാ ദിനത്തിൽ നമ്മൾ അത്തരം സന്ദേശങ്ങൾ കൈമാറുന്നു, രാത്രി നടത്തം സംഘടിപ്പിക്കുന്നു, സ്ത്രീക്ക് തുല്യനീതി വേണം എന്ന് പ്രസംഗ വേദികളിൽ പറയുന്നു. പക്ഷേ ഇതൊക്കെ ഉറപ്പാക്കേണ്ടത് ഇവിടെ ആരാണ്? എന്തുകൊണ്ടാണ് 18ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഈ നരാധമന്മാരുടെ കൈകൾക്കിടയിൽ കിടന്നിങ്ങനെ മരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? 5 വർഷം വരെ, അതായത് 13 വയസ്സിൽ തുടങ്ങി 18 വയസ്സുവരെ ഒരു ദളിത് പെൺകുട്ടി ഈ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്? ഇതൊക്കെ ആരാണ് തിരുത്തേണ്ടത്? നോക്കൂ, നിങ്ങൾ ഈ കേരളത്തിൽ സ്ത്രീകൾ കേരളത്തിനകത്ത് മാത്രം വസിക്കുന്നവരാണ്, കേരളത്തിൽ മാത്രമുള്ള ഒരു ജനുസാണ് ഈ ചർച്ച നടത്തുന്നത് എന്ന് തോന്നും നിങ്ങളുടെ ഈ ചർച്ച കാണുമ്പോൾ തന്നെ. എങ്ങനെ നമുക്കറിയാം ശ്രീമതി രാഖി രവികുമാർ, ആഗോളതലത്തിൽ സ്ത്രീകൾ നേരിടുന്ന അനീതികളുണ്ട്, വരട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ചില അനീതികളിൽ നിന്ന് ആദ്യം തുടങ്ങാം. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് സാർവദേശീയ വനിതാ ദിനമാണ്. സാർവദേശീയ വനിതാ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാർവദേശീയമായി സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വേണം തുടങ്ങാൻ. അതിൽ നിന്ന് വേണം നിങ്ങൾ കേരളത്തിലേക്ക് എത്താൻ. പക്ഷെ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കേരളത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള തരത്തിലാണ്. നമ്മൾ അങ്ങനെ നോക്കിയാൽ, ഞാൻ പരിശോധിച്ചാൽ തിരിച്ച് ഞാൻ സാർവദേശീയവും വേണ്ട, നമുക്ക് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യാം. നമ്മുടെ ദേശീയ തലത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 146 രാജ്യങ്ങളിൽ 129 നമ്മുടെ സ്ഥാനം. അതിൽ നിന്ന് നമ്മൾ തുടങ്ങണം. കേരളം നിങ്ങൾ പരിശോധിക്കുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പരിശോധിക്കണം. സ്വാഭാവികമായും എത്ര കണ്ട് മുന്നോട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വളർച്ച എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ ചോദിച്ചതിന് ശേഷം ആങ്കർക്ക് അതിനുശേഷം എന്നോട് സംസാരിക്കാൻ ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ആശാ വർക്കർമാരുടെ സമരത്തെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് സാർവദേശീയ വനിതാ ദിനത്തിൽ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള പ്രദേശത്ത് ഒരു വിദേശ വനിത ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട് മരണത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരു നമ്മുടെ നാട്ടുകാരി അല്ലെങ്കിൽ കന്നഡക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊരു കേരളത്തിൽ മാത്രം ആക്രമണവും ഒരു സമരവുമായി നമ്മളതിനെ ഒതുക്കരുത്. ദയവായി നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ആരാണ് ഇത് തുടങ്ങിയത്? ലോകരാഷ്ട്ര സംഘടനകൾ ഏർപ്പെടുത്തിയ സാർവദേശീയ വനിതാ ദിനത്തിൽ എത്ര കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ്, അതിൽ നിന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ എന്താണ് മാറ്റമുണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ നിരവധിയായിട്ടുള്ള അവാർഡുകൾ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ തരുന്നുണ്ട്. അവിടെ ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവ് കൊണ്ടും ഗർഭിണികളും മരിക്കുന്ന സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഈ കേരളത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന അക്രമ പരമ്പരയുടെ കാര്യത്തിൽ
സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ നടക്കുന്ന ചാനൽ ഡിസ്കഷനുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്ത്രീ സമൂഹം മാത്രമല്ല, നമ്മുടെ സമൂഹമാകെ ഒരു ഭയചകിതമായ അന്തരീക്ഷത്തിലേക്ക് പോയി. അത് കേരളത്തിൽ മാത്രമാണോ? കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ വെഞ്ഞാറമൂട് കൊലപാതകത്തിന് ശേഷമെങ്കിലും ഒരു പുനർവിചിന്തനം നടത്താൻ എല്ലാ മേഖലയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി. ഈ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനി വ്യക്തിത്വം സൂചിപ്പിച്ചു. നമ്മൾ ബഹുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനം ലഭിക്കാത്തത് കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ നവകേരളവും നവോത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കാലഘട്ടം മുതൽ, നവോത്ഥാന കാലഘട്ടം മുതൽ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള നവോത്ഥാന നായകന്മാരും അതിനുശേഷം വന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏൽപ്പിച്ച ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും. സ്ത്രീ ശാക്തീകരണത്തിൽ ഞങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തിയതും, സാമ്പത്തികമായി ഉന്നതിയിലേക്ക് വന്നതും, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നതും, ആരോഗ്യപരമായി മുന്നോട്ട് വന്നതും ഒക്കെ ഈ കേരളത്തിലെ സ്ത്രീകളാണ്. പക്ഷേ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ലോകത്ത് മുഴുവൻ ആക്രമിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ലോകത്ത് നടക്കുന്ന, രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളാണ്. അവിടെയും സ്ത്രീകളെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, അവരെ കൊല്ലുന്നു, അതിനുശേഷം കുഞ്ഞുങ്ങൾ അനാഥരായി മാറുന്ന സാഹചര്യം. അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ചിന്തിക്കാതെ ഈ ഒരു ചെറിയ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, ചെറിയ കേരളത്തിലെ വിഷയം ചെറുത് എന്ന് ഞാൻ ഒരിക്കലും സൂചിപ്പിക്കില്ല. ഓരോ സ്ത്രീയും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അവൾക്ക് തുല്യത എന്നുള്ള പദവി ഈ ഇന്ത്യയിൽ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി തുല്യതാ പദവിയിലേക്ക് സ്ത്രീകളെ എത്തിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സ്ത്രീ സംഘടനകൾക്കും ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനം ഭരിക്കുന്ന ഓരോ ഗവൺമെൻറ്റുകൾക്കുമുണ്ട് എന്നുള്ളത് ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ എത്ര കണ്ട് മുന്നോട്ട് പോയ കേരളത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതെ മറ്റ് സമൂഹത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് പോലും ആക്രമിക്കപ്പെടുന്നു. വിദേശ വനിതയ്ക്ക് പോലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് സുരക്ഷിതമായി ഈ ടൂറിസത്തിൽ പോലും വരാൻ, അല്ലെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് ഒരു സ്ത്രീക്ക് പോലും ഈ നാട്ടിൽ വന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നു എന്നുള്ളത് അടിവരയിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം. ശരി, കോവളത്തും ഒരു വനിതാ ടൂറിസ്റ്റ് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. നമ്മൾ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദേശീയ തലത്തിൽ മാത്രം പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ, സാമൂഹികമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് പോയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് കേരളം ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിലേറെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് 27ാം ദിവസം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ സമരം, അത് കാണാതെ പോകാൻ പറ്റില്ല. കയർ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥ ആ തൊഴിൽ സ്ഥലത്തെ പീഡനം കാരണം സെറിബ്രൽ ഹെമറേജ് വന്ന് മരിച്ചത്, അതിൽ തുടങ്ങി APP വരെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം, ഷൈനിയും 2 പെൺകുഞ്ഞുങ്ങളും ഡൊമസ്റ്റിക് വയലൻസിനെ തുടർന്ന് ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെ ധാരാളം കണക്കുകളുണ്ട്. അതുകൊണ്ട് കേരളം ഇന്ന് എത്ര മുന്നിൽ എന്ന് എവിടെയൊക്കെ അവകാശപ്പെട്ടാലും മരണനിരക്കും വളരെ മുന്നിൽ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി ജയ രാമചന്ദ്രക്കുറുപ്പ്,
താങ്കൾ ഒരു അധ്യാപികയായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാകുന്നതിൽ സമൂഹത്തിൽ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടിയ നിരവധി സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ താങ്കൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ച് തോന്നുന്നത്? ആദ്യം എന്നെ ക്ഷണിച്ചതിന് ജനം ടി വിക്ക് നന്ദി, നമസ്കാരം. നാരീശക്തി, സ്ത്രീശക്തി, സ്ത്രീ മഹാലക്ഷ്മിയാണ്, അമ്മയാണ്, എല്ലാമാണ്. അബലയാണ്, ചബലയാണ്, ചഞ്ചലയാണ്. പക്ഷേ സുരക്ഷ ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും രക്ഷയാണ് വേണ്ടുന്നത്, സുരക്ഷയാണ് വേണ്ടുന്നത്. ആ കൂട്ടത്തിൽ സ്ത്രീകൾക്കും സുരക്ഷയ്ക്കുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ആർക്കും രക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ കേരളം ഒട്ടാകെ നടന്നാലും കാണുന്നത് സ്ത്രീക്കും സുരക്ഷയില്ല, ആർക്കും സുരക്ഷയില്ല. ഇത് എന്തുകൊണ്ടില്ലാതായി? സ്ത്രീകൾ ശരിക്കും സ്വയം രക്ഷിക്കുകയാണ് വേണ്ടുന്നത്. അത് സ്വയം രക്ഷിക്കാൻ പറ്റാത്തടത്ത് എന്താ പറഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഉടൻ നമ്മൾ സ്വയം രക്ഷപ്പെടാനാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്ത്രീക്ക് സുരക്ഷ വേണം. സ്ത്രീ അബലയാണ്, ചബലയാണ്, ചഞ്ചലയാണ് ഒക്കെ പറഞ്ഞാലും നമ്മൾ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ നിയമങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് ആ നിയമങ്ങളാണ് ശരിക്കും ഇന്ന് എല്ലായിടത്തും ഉപയോഗപ്പെടുന്ന. കോടതിയിലോട്ട് ചെന്നാലും വക്കീലിനെ കണ്ടാലും എല്ലാവരും സ്ത്രീക്ക് തന്നെ സുരക്ഷ കൊടുക്കുന്ന കോടതിയിൽ ചെന്നാൽ. അതിനപ്പുറത്തോട്ട് ആർക്കും സുരക്ഷ കിട്ടുന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്ത്രീക്കല്ല ആർക്കും രക്ഷയില്ലെന്നുള്ളതാണ്. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയം തീരുമാനം എടുക്കുക, അല്ലാതെ ഒരു രക്ഷയില്ലെന്നാണ് ഇപ്പം എനിക്ക് പറയാൻ കഴിയുന്നത്. ശരി. ശ്രീമതി നവ്യ ഹരിദാസ്, ഒരുപക്ഷെ ശ്രീമതി നവ്യയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വയനാട്ടിലെ ദളിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ദളിത് വിഭാഗം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോഴും. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷയും ദളിത് വിഭാഗം വലിയ രീതിയിൽ തന്നെ നേരിടുന്നുണ്ട്. അവരുടെ കുടികളിലടക്കം പട്ടിണിയും ദാരിദ്ര്യത്തിൻ്റെയും ഫലമായി ചൂഷണം ചെയ്യപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇവിടെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം ഇവർക്കെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് നവ്യയ്ക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കെല്ലാം ഒരു സ്നേഹം നിറഞ്ഞ വനിതാ ദിനാശംസകൾ നേരുന്നു. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചത് സ്ത്രീ സുരക്ഷ തന്നെയാണ് നമ്മൾ മുഖ്യമായിട്ട് കാണുന്ന ഒരു വിഷയം. ഈ വനിതാ ദിനത്തിൽ സ്ത്രീ സുരക്ഷ അത് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് ചർച്ചയാകുന്നൊരു വിഷയം തന്നെയാണ്. ഈ വർഷം എന്നല്ല, മാർച്ച് 8 എന്ന് പറഞ്ഞ തീയതി എല്ലാ വർഷവും ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറുകൾ, ചർച്ചകൾ എല്ലാം തന്നെ വളരെ സജീവമായിട്ടുണ്ടാകാറുണ്ട്. എന്നാൽ മാർച്ച് 8 കഴിഞ്ഞ് മാർച്ച് 9 മുതൽ പിന്നീട് അടുത്ത വർഷം മാർച്ച് 8 എത്തുന്നത് വരെയുള്ള തീയതികളിൽ ഈ ഒരു സംവിധാനത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച, ഒരൊറ്റ ദിവസം മാത്രം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമ സമൂഹത്തെ എന്നതിനെ നമുക്ക് പറയാം. കാരണം ഇന്നത്തെ ദിവസം കടന്നു പോയാൽ പിന്നെ നാളെ തൊട്ട് ചർച്ചകളെല്ലാം പല വഴിക്കാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദളിത് വിഭാഗം അനുഭവപ്പെടുന്ന യാതനകളെ കുറിച്ചാണ്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വയനാട് മണ്ഡലത്തിലേക്ക് പോയ സമയത്താണ് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ എത്രത്തോളം കഷ്ടതകളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ച. സ്ത്രീകൾ മാത്രമല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാരായാലും ശരി, അവിടെ കുട്ടികളായാലും ശരി, വയോജനങ്ങളായാലും ശരി, എല്ലാവർക്കും ആ ഒരു തരത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് വയനാട് ജില്ലയിലുണ്ട്. വയനാട് പോലെ തന്നെ ഇടുക്കിയിലും പാലക്കാടും ഒക്കെ ഇതുപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ടുള്ള ചൂഷണങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനം കേരളം നമ്പർ 1 ആണ്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ആണ് എന്നൊക്കെ പറയപ്പെടുമ്പോഴും
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് ഇന്നും വയനാട് പ്രദേശത്തെ ഊരുകളിൽ, അവിടെയുള്ള കൂരകളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ചെന്ന സമയത്ത് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ അവർ ഗർഭിണികളായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ അവിടെ ലഹരിയുടെ ഉപയോഗം. മുൻപൊക്കെ പുകയിലയും കുറച്ച് മദ്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഡ്രഗ്സും വലിയ രീതിയിൽ ആ ഊരുകളിലേക്ക് കടന്നു ചെല്ലുന്നു. അതിൻ്റെ ആവശ്യം അവിടെ വലുതായി വരുന്നു എന്നുള്ളതും, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതും, തൊഴിൽ മേഖലയിൽ നിന്ന് മന്യം നിന്ന് പോകുന്ന ഒരു ഒറ്റപ്പെട്ട സമൂഹമായിട്ടാണ് ഇന്ന് വയനാട്ടിലെ ദളിത് വിഭാഗം നിലകൊള്ളുന്നത്. നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പല പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴും ഈ ദളിത് വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉള്ളപ്പോഴും അവിടെ നമുക്കറിയാം ഈ ഒരു ദളിത് വിഭാഗത്തിന്റെ ഒരു മന്ത്രി തന്നെ വയനാട് മണ്ഡലത്തിലാണ് നിലകൊള്ളുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും ആ ഒരു ഊരുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് അർഹിക്കുന്ന പദ്ധതികൾ അതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഭരണത്തിൻ്റെ വീഴ്ചയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് അനുവദിച്ചത് ലാപ്സായി പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥിരം കാഴ്ചയായിട്ട് കണ്ടുവരുന്നത്. ആ തുക നേരാംവണ്ണം ആ പ്രദേശത്ത് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ തരത്തിലുള്ള ഒരു ഭരണമാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടും അവരുടെ വിഷയങ്ങളൊന്നും ഇന്ന് സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ, നമുക്കറിയാം ഇന്ന് വയനാട് മേഖലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളുടെ ആക്രമണം, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ജീവൻ എടുക്കുന്ന സമയത്തും അതിനൊരു പോംവഴി, ഒരു പ്രതിവിധി എന്താണ് എന്നുള്ളത് ഇവിടെ സംസ്ഥാന ഭരണകൂടമായാലും ശരി, അവിടെ മാറി മാറി വരുന്ന MP-മാരായാലും ശരി, അവരൊന്നും അതിൽ കാര്യമായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ നിലവാരത്തിൽ തന്നെയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളായാലും ശരി, പുരുഷന്മാരായാലും ശരി, അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഒരു വിമുഖത അത് നമ്മുടെ സമൂഹത്തിന് വീണ്ടും വിറ്റ്നസ് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു സുവിശേഷതയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തുടർന്നോളൂ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. അതെ, ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോഴും വയനാട്ടിലെ ഊരുകളെ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വട്ടപൂജ്യമായിട്ട് നിലകൊള്ളുകയും അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ കണക്കുകൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. പോക്സോ കേസുകൾ എടുത്തു നോക്കുമ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസുകൾ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നിരന്തരം അത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തു വരുന്നു. എന്നാൽ വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പോക്സോ കേസുകൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം 2024 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ 524 കേസുകൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഇത്തരം കേസുകൾ കൂടുന്നു എന്നുള്ളതിൽ ഉപരിയായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പോലും ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും, ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച ആളുകൾ നമ്മുടെ കേരളത്തിന്റെ ഉന്നമനത്തെക്കുറിച്ച് ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കൂടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണക്കുകൾ 2022, 2023, 24 ഈ 3 വർഷങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ചെയ്യപ്പെട്ടതിന്റെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ 2022 2518, 23 ആയപ്പോൾ 2562, 2024 2636 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ 22-നെക്കാളും 23-ൽ കൂടി, 23-ലെ കണക്കുകളെക്കാൾ കൂടുതൽ 24-ൽ അത് വർദ്ധിച്ചു വന്നതായിട്ട് 100ഓളം മാനഭംഗ കേസുകൾ വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കേരളം മുന്നോട്ട് എന്ന് പറയുമ്പോഴും ഈ മാനഭംഗ കേസുകളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണക്കുകൾ, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ രജിസ്റ്റർ ചെയ്ത കേസുകളും എടുത്തു നോക്കുമ്പോൾ 2024-ലാണ് കേരളം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല എല്ലാ കണക്കുകളും ഓരോ വർഷവും ഇങ്ങനെ അതിന്റെ ഗ്രാഫ് കൂടി വരുന്ന കാഴ്ച തന്നെയാണ്
കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ഇങ്ങ് തെക്കേ അറ്റം തലസ്ഥാന ജില്ല മുതൽ വടക്കേ അറ്റം വരെ പരിശോധിച്ചാൽ ഈ അതിക്രമങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കുന്ന ഒരു പ്രവണതയാണ് എന്നുള്ളതാണ്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ലോകം വളരെ ഉന്നതിയിലേക്ക് കുതിക്കുമ്പോഴും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അറുതിയില്ലാതെ തുടരുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. അത് ദേശീയ തലത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ ഈ കണക്കുകൾ നിരത്തി പരസ്പരം പഴിചാരുന്ന ഭരണകൂടങ്ങൾക്ക് മേൽ നമുക്ക് എന്താണ് ഇനി തുടർന്നാർജിക്കേണ്ടത്? സ്ത്രീകളോടാണ് പറയാനുള്ളത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ സ്ത്രീയുടെ സ്പേസ് എടുക്കാൻ വേണ്ടി പഠിക്കണം. അതാണ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ ഓരോ പെൺകുട്ടികളോട് ഓരോ സ്ത്രീയോട് പറയാനുള്ളത്. കാരണം നമുക്കൊരു ഇടം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ സ്ഥലം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഇരിക്കാൻ ശ്രമിക്കണം. അത് ഞാൻ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തോടും കോൺഫിഡൻസോടും കൂടി ആയിരിക്കണം സമൂഹത്തിൽ ഇറങ്ങുന്നതും പെരുമാറുന്നതും. അത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇപ്പോ സ്ത്രീയുടെ സ്വത്തവകാശത്തിന് വേണ്ടി മുസ്ലിം സ്ത്രീകള് കോടതിയിൽ പോയിരിക്കണ എന്തിനാണ്? കാരണം സ്ത്രീയുടെ സ്ഥാനം പിന്നെ ശക്തമാക്കണമെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണമെങ്കിൽ എന്ത് വേണം? അവൾക്ക് സാമ്പത്തികമായിട്ട് വേണം. പോക്കറ്റ് പോലും ഇല്ലാത്ത വസ്ത്രം ധരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ സ്ത്രീകൾ വന്നത്. ഇന്ന് ഏത് ഡ്രസ്സും ഇടാനും പോവാനും ഒക്കെ സ്ത്രീക്ക് അധികാരമുണ്ട്. നമ്മൾ വിമാനം ഓട്ടാൻ തുടങ്ങി, ബഹിരാകാശത്ത് പോവാൻ തുടങ്ങി, എല്ലാം ചെയ്താലും ഒരു സ്ത്രീക്ക് ഒരു കുഴപ്പം വന്നാല്, എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അപ്പൊ അവളുടെ വസ്ത്രത്തിനെയോ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആരെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ അവളെ തലയിലെ തുണി വീണുപോയോ, ഇതൊക്കെയാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത്. ലോകത്ത് എവിടെയില്ലാത്ത പോലെ കേരളത്തിലാണ് ഈ വക കാര്യങ്ങൾക്ക് മുൻതൂക്കം വരുന്നത്. വേറെ സ്ഥലത്തൊന്നും അത്രയധികം അവളുടെ ഡ്രസ്സിനെ പറ്റിയോ ഒന്നും പറയില്ല. അപ്പൊ ഒരു സ്ത്രീക്ക് അവൾ അപമാനിക്കപ്പെട്ടാലോ അവൾ ആക്രമിക്കപ്പെട്ടാലോ മറ്റൊരാളോട് പറയാൻ പേടിയാ. സ്വന്തം വീട്ടിൽ പോയി സ്വന്തം അച്ഛനമ്മനോട് പറയാൻ പോലും ആ പെൺകുട്ടി പേടിക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. നിനക്ക് എന്ത് പറ്റിയാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഓരോ അമ്മമാരും തയ്യാറാവണം. ഇനി ആര് തയ്യാറായില്ലേ? കാരണം സ്ത്രീ തന്നെയാണ് എല്ലാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധമായ അഗ്നി ഗോളമാണ് സ്ത്രീ എന്നുള്ള ഓരോ സ്ത്രീയും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ തീരും, അല്ലെ? അപ്പൊ ഈ ഓരോ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുക. എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാനും അതിനുള്ള അധികാരം നമ്മൾ കൊടുക്കുമ്പോൾ അവൾ സുരക്ഷിതമായി തിരിച്ചു വരാം. അതിനുള്ള ഒരു ആത്മബോധം നമ്മൾ അവരിൽ സൃഷ്ടിക്കാൻ ഓരോ ടീച്ചറും ഓരോ രക്ഷിതാക്കളും തയ്യാറാണോ? ഞാനൊക്കെ ഇപ്പൊ ലോകം മുഴുവനും നടന്ന് ജോലി ചെയ്ത ഒരാളാണ്. എന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ ഒരു ഞാൻ 30 നാഷണാലിറ്റീന്റെ കൂടെ വർക്ക് ചെയ്ത ആളാ. എന്നെ ഒരാള് എന്റെ സമ്മതമില്ലാതെ തൊട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? ഞാൻ നിൽക്കേണ്ട പോലെ നിന്നാ. അപ്പൊ ഓരോ സ്ത്രീയും അത് തന്നെ വിചാരിക്കണം. ഞാൻ ഒരാളുടെ നിഴലായി നടക്കേണ്ട കാലമല്ല, എന്നെ അടിച്ചമർത്തേണ്ട ആളല്ല. ഒരു പരിധി വരെ അത് പറയാൻ കഴിയും. അതിലുപരി സംരക്ഷണം നൽകേണ്ടുന്ന ചില ബാധ്യതകളുണ്ട് ഭരണകൂടത്തിന്, സംവിധാനങ്ങൾക്കുമൊക്കെ. ഒരു പക്ഷേ നുസ്രത്ത് ജഹാന്റെ പ്രവർത്തന മേഖല തന്നെ ഡൽഹി ആയതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായി തന്നെ പറയാൻ കഴിയുമല്ലോ. കാരണം നേരത്തെ രാഖി രവികുമാർ പറയുകയുണ്ടായി, അതായത് ശ്രീമതി രാഖി രവികുമാർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഇത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, കേരളത്തിലെ സാഹചര്യം മാത്രം അങ്ങനെ എടുത്തു പറയേണ്ടതില്ല എന്നുള്ളതാണ്. എങ്കിലും കാരണം അത് പറയാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീക്ക് അത് പറഞ്ഞാൽ അവൾക്ക് എവിടുന്ന് സപ്പോർട്ട് കിട്ടണം? ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സ്ത്രീ പറഞ്ഞാൽ അവളെ അവളെ വീടിന്റെ അകത്ത് ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് വീടിന്റെ അകത്ത് സുരക്ഷിതമില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഇപ്പൊ മുത്തലാഖ് ബില്ലും എല്ലാം കൊണ്ടുവന്നിട്ടും സ്ത്രീ സുരക്ഷിതയല്ല. അത് പോയി കേസ് കൊടുക്കുമ്പോ ഏതെങ്കിലും പോലീസുകാരെ ഞാൻ എത്ര കേസിന് വേണ്ടിയിട്ട് കേസ് എടുത്തില്ല പറഞ്ഞിട്ട് ഇവിടുന്ന് എസ്പിനെയും ഡിവൈഎസ്പിനെയും SI-നെയൊക്കെ വിളിക്കണ അവസ്ഥ എന്റെ കയ്യിലുണ്ട് എന്നറിയോ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു സ്ത്രീയാണ് വന്നത്, അവളെ സുരക്ഷിതത്വം. അപ്പൊ ആ വീടിന്റെ അവളുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്ഥാനം, അവരുടെ പണം ഒക്കെ ഡിപ്പെൻഡ് ചെയ്തേക്കും. രാഷ്ട്രീയ സപ്പോർട്ട് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് വേറെ സ്റ്റേറ്റിലൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പൊ ഡൽഹിയിൽ കാണുമ്പോ, UP-യില്, ഡൽഹിയില്, ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോ കുറച്ചും കൂടി അത് പോലീസ്
സ്റ്റേഷനിൽ ചെല്ലുമ്പോഴെങ്കിലും അവർക്ക് ഒരു നീതി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക സഹായം ഒരു സ്ത്രീക്ക് കിട്ടുക. ഇന്നിപ്പോ ഡൽഹിയിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രി വന്ന് 2500 രൂപ എല്ലാ മാസവും ഒരു സ്ത്രീക്ക് കിട്ടണത്. പിന്നെ ബസ് കാത്തു നിൽക്കുന്ന പെൺകുട്ടികൾ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നത്. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ലേഡീസ് ഒൺലി പോകുന്ന ബസ്സുകൾ വരെ ഡൽഹിയിലുണ്ട്. എല്ലാം ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് നമ്മൾ മുമ്പ് കേൾക്കുന്ന ഒരു കാര്യം കേരളത്തിൽ എന്തായിരുന്നു, ബസ്സിന്ന് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ പറ്റി. എത്ര സ്ത്രീക്ക് അത് വീട്ടിലുള്ള ഒരു കൂടുള്ള ആണിനോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ. അത് എന്തുകൊണ്ട്? കാരണം നിയമം അത് ഏറ്റെടുക്കൂല. അപ്പൊ കുടുംബത്തിന് അത് നാണക്കേടാവും. അപ്പൊ സ്ത്രീ എപ്പോഴും ഒരു നാണക്കേടായ ഒരു വസ്തുവായിട്ടാണ് നമ്മൾ കേരളത്തിൽ കാണുന്നതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ചിന്താഗതി തന്നെ മാറ്റണം. എല്ലാവരും ഒരുപോലെ നമുക്കുള്ള തുല്യാവകാശമല്ല, നമ്മളൊരു പടിക്ക് മുന്നേ തന്നെയാ സ്ത്രീയെ ഭൂമി ദേവിയായിട്ടും ദേവിയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ ആരാധിക്കുന്ന ഒരു ഭാരതത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ രാഷ്ട്രത്തിന്റെ ഒരു ട്രഡീഷൻ എങ്കിലും കീപ്പ് ചെയ്തിട്ട് അത്ര ബഹുമാനെങ്കിലും ഒരു സ്ത്രീക്ക് കൊടുക്കുക. പിന്നെ കല്യാണം, ഇപ്പൊ നമ്മൾ പറഞ്ഞു 21 വയസ്സ് കല്യാണമാക്കിയപ്പോ കേരളത്തിൽ നിന്നല്ലായിരുന്നു ഏറ്റവും വലിയ ബഹളം വെച്ചത് മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ. 21 വയസ്സ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഒരു ബോധം വരണമെങ്കിൽ 21 വയസ്സാവണം. ആ ഒരു കാര്യത്തില് ആ സമയത്ത് എടുക്കുന്ന ചിന്താഗതിയും അവള് സ്വന്തം കാലിൽ നിൽക്കാനായി എന്നുള്ള ഒരു ബോധം അവളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമാണത്. അതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണത്. എല്ലാം വോട്ട് വിചാരിച്ചിട്ട് ഇവരെ സന്തോഷിപ്പിച്ചാലേ വോട്ട് കിട്ടും. പണ്ട് ഷബാന ആസ്മി കേസ് വന്നപ്പോ ബില്ല് പാസ്സായ കോടതി പ്രഖ്യാപിച്ചത് രാജീവ് ഗാന്ധി ഇവിടുത്തെ മുത്തവന്മാർക്ക് വേണ്ടി ഇല്ലാതാക്കിയ ബില്ല്, ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ ബില്ല് പോലത്തെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി എന്നും കോൺഗ്രസ് അതായിരുന്നു ഈ രാജ്യത്ത് ചെയ്ത്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോ കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഞാനൊക്കെ ബഹുമാനിക്കുന്നത്. അവരെപ്പോഴും സ്ഥാനത്ത് എന്നും നമ്മളെ കുട്ടിക്കാലത്ത് ഒരു ജാഥയിൽ കാണുക ആകെ കമ്മ്യൂണിസ്റ്റിന്റെ പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതൊരു സന്തോഷം തോന്നും, ഇവർക്കും ഇങ്ങനെ പോവാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ ഇവിടെയെങ്കിലും. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് മാറി ഇന്നിപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ ശക്തമായി ഗവൺമെന്റ് കൂടെ നിൽക്കുന്നില്ല തന്നെ പറയേണ്ടി വരൂ. കാരണം നമ്മൾ കാണുന്ന അവസ്ഥ അതാണ്. ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയ ഒരു കേരളത്തിനെ കാണുന്നുള്ളു. അത് തിരിച്ചു വരുത്തണം എന്നുള്ള ആഗ്രഹം, കുറ്റപ്പെടുത്തലല്ല കേട്ടോ. അത് തിരിച്ചു വരുത്താന്നുള്ള നമ്മളെ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും ആവശ്യം. കാരണം സ്ത്രീ ലോകത്തിലെ എന്ത് കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ്, മാൻമെയ്ഡ് കലാമിറ്റീസ്, യുദ്ധങ്ങൾ എല്ലാം വരുമ്പോ ആരാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത്? സ്ത്രീയും കുട്ടികളും. അപ്പൊ ആ സ്ത്രീയാണ്. ആ സ്ത്രീനെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂ? നിനക്ക് ഞങ്ങളുണ്ട്, നിന്റെ കുടുംബം ഇല്ലെങ്കിലും ഞങ്ങൾ ഗവൺമെന്റ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. ഓരോ സ്റ്റേറ്റിന്റെ വലിയ സംവിധാനം ഇതിന് ചുക്കാൻ പിടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീമതി രാഖി രവികുമാർ, ഇവിടെ ഈ സ്ത്രീ സൗഹൃദം എന്ന് പറയുന്ന തരത്തിൽ എന്തൊക്കെ സമിതികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ജനകീയ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുകയാണ്? എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഒരു അഭിഭാഷക കൂടിയാണ് ശ്രീമതി രാഖി. നന്നായിട്ടറിയാം, ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു സ്ത്രീക്ക് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് കേരളത്തിലെ എത്ര സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം? ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നിലാണ് എന്ന് വാദിക്കാം. പക്ഷേ അടിസ്ഥാന വിഭാഗത്തിലുള്ളവർ സ്ത്രീകൾക്കുൾപ്പെടെ ഈ നിയമവ്യവസ്ഥ നൽകുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇന്ന സമിതിയെ സമീപിച്ചാൽ തങ്ങൾക്ക് നീതി ലഭിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാൻ പോലും കഴിയാത്ത അവസ്ഥയും സാഹചര്യവുമല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? എനിക്ക് നിങ്ങളെല്ലാം വളരെ ഈ കേരളത്തെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടെടുത്ത ഒരു ടോപ്പിക്കാണ് എന്നാണ് പലപ്പോഴും ഇതിനെ തോന്നിയത്. ഇവിടെ എനിക്ക് രോഹിണി സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റു പല ഇവിടെ നേരത്തെ സംസാരിച്ച ബഹുമാനിയായിട്ടുള്ള നസ്രത്ത് മാഡം സംസാരിക്കുന്നു. എല്ലാവരും എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു? ഇവിടെ ചർച്ച ചെയ്ത വിഷയം ജാഗ്രതാ സമിതികളുടെ കാലം. കേരളത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങളെ പോലെ മറ്റേത് സംസ്ഥാനത്തും നിങ്ങൾക്ക് അടിവരയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയായിട്ട് പറയും. ഇവിടെ ആശാ വർക്കർമാരുടെ സമരം സൂചിപ്പിച്ചു. ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്ന് നടത്തുന്ന ഒരു സംസ്ഥാനവും ഏറ്റവും നന്നായി, ഒരുപക്ഷെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നേ കൊടുക്കുന്ന തുകയെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ന്യായമായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിലാണ്.
സ്ത്രീകളാണ്. എന്നാൽ പല വിഷയങ്ങളിലും ഇപ്പം വയനാട്ടിലെ ട്രൈബൽ പീപ്പിളിനെ കുറിച്ചുകൂടെ സംസാരിച്ചു. വയനാടിൻ്റെ ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് സംസാരിച്ച നവ്യയെടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മണിപ്പൂർ എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവിടെയാണ് പെൺകുട്ടികൾ പരസ്യമായി വിവസ്ത്രരായി ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടത്തിക്കൊണ്ടുപോയി പരസ്യമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. നിങ്ങൾക്ക് അവർക്ക് വികാരം തോന്നുന്നില്ലേ? ഈ പറയുന്ന ഡൽഹിയിൽ വളരെ അഭിമാനത്തോടെ സംസാരിച്ചല്ലോ, 2500 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു, ബസ് യാത്ര ചെയ്യാൻ പറ്റുന്നു. അവിടെയാണ് രാത്രികാലത്ത് പെൺകുട്ടിയെ ബസ്സിൽ പീഡിപ്പിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവളുടെ രഹസ്യഭാഗങ്ങളിൽ പോലും ഇരുമ്പ് ഉലക്കകൾ പോലെ അടിച്ചു കയറ്റി എന്തെല്ലാം ക്രൂരമായിരുന്നു ആ പീഡനങ്ങൾ. അതിനുശേഷമാണല്ലോ നമ്മൾ കൂടുതൽ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്ക് കൂടുതൽ ബലം കൊടുത്തത്. 354 തന്നെ പല സബ്സെക്ഷൻസുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്ത് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ ക്രൈം നമ്പേഴ്സ് കൂടുതലാണ് കേരളത്തിലെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ മനസ്സും അതോടൊപ്പം കഴിയുന്നതുമായിട്ടുള്ളൊരു സാഹചര്യം ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ്? നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ UP-യിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും BJPയുടെ MP-മാരാണ് പല ക്രൂരകൃത്യങ്ങൾക്കും, MLA-മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് പരസ്യമായി ക്രൂരമായി പീഡിപ്പിച്ച് പെൺകുട്ടികളെ കൊന്നിട്ട് അത് കണ്ടു നിൽക്കുന്നവരെ പോലും മറ്റൊരു സാക്ഷിമൊഴി പറയാതെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥ, അവരെ ഇല്ലാതാക്കുന്നു, കത്തിച്ചു കളയുന്നു. കദ്വയിൽ നടന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് വളരെ 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 വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ സാർവദേശീയ വനിതാ ദിനം, മുന്നേറ്റത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായി സ്ത്രീകൾ സഞ്ചരിക്കാൻ തുടങ്ങിയ ഓർമ്മപ്പെടുത്തലുകളുടെ ദിനമാണ്. ആ ദിനത്ത് നിങ്ങൾ കേരളത്തിൽ വന്ന് സ്ത്രീകൾ ഇവിടെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൈമുകളെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ഈ സ്ത്രീ സമൂഹത്തിന് മുന്നേറാൻ വേണ്ടി നമ്മുടെ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം തുല്യതയും നീതിയും പദവിയും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ മോദി ഗവൺമെൻറ് ഇവിടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കി. ആ ബില്ലിൽ പറയുന്നതിനകത്ത് എന്തടിസ്ഥാനമാണുള്ളത്? ഒരു സെൻസസ് നടത്തിയതിന് ശേഷം പ്രാവർത്തികമാക്കാൻ നിൽക്കുന്നു. ഈ സെൻസസിൽ ഇപ്പോൾ പ്രയോഗിച്ച നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ പോലും 5 രൂപ കണ്ടെത്തിയിട്ടില്ല. ആ സെൻസസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ആരെയാണ് നോക്കി കൊഞ്ഞണം കാണിക്കുന്നത്? കേരളത്തിലെ സ്ത്രീകളെ നോക്കി അഭിമാന പുരസ്സരം എനിക്ക് പറയാൻ പറ്റും. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ അവർക്കുറക്കെ ചിന്തിക്കാനും സംസാരിക്കുവാനും അവർക്ക് കഴിവും കെൽപ്പുമുള്ളവരാണ് ഈ കേരളത്തിലെ സ്ത്രീകൾ എന്ന് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തോടും. നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം മൊണാലിസ കുംഭമേള നടന്നു. കുംഭമേളയിൽ ഒരു പെൺകുട്ടി മാല വിൽക്കാൻ വന്നവളെ അവസാനം ഇവിടെ ബോച്ചെ എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ജുവലറിയിലെ ബഹുമാന വ്യക്തി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ പരിചയപ്പെടുത്തി. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളായി വന്നു. ഈ പെൺകുട്ടി 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളിപ്പോൾ അക്ഷരം പഠിക്കാൻ സ്കൂളുകളിൽ പോവുകയാണ്. ഇപ്പോൾ അവൾ പഠിക്കുകയാണ്. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ. അങ്ങനെ പോകുന്ന നാട്ടിലാണ് കേരളത്തിൽ അതില്ല, ജാഗ്രതാ സമിതി ഇല്ല, ഫയലിംഗ് ഇല്ല, അതില്ല, ഇതില്ല എന്ന് ഡിസ്കസ് ചെയ്ത് ഇത്ര മോശകരമായിട്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത്. തീർത്തും ലജ്ജാകരമാണ് ഈ ചർച്ചയുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങളെല്ലാം വളരെ ഓപ്പൺ അപ്പ് ആവണം. നമ്മൾ സംസാരിക്കുന്നതും ഇന്ന് ചർച്ച ചെയ്യുന്നതും സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് പോരാട്ടങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഭക്ഷണവും വസ്ത്രവും ജീവിക്കാനുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ ശുദ്ധജലവും ശുദ്ധവായുവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ സമൂഹത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇനിയും നമുക്കുറക്കെ എങ്ങനെ ചിന്തിക്കാം. അവൾ പുഴുവല്ല, അവൾ അന്തസ്സിട്ട ജീവിതം നയിക്കേണ്ടവളാണ്. ഈ സമൂഹത്തിൽ നമുക്കറിയാം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന എത്രയോ സംസ്ഥാനത്തെ പല സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളുള്ള ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾ ഫയലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ ജാഗ്രതാ സമിതികൾ, കേരളത്തിൽ എന്താണ്? ഇവിടെ ഒരു സാമൂഹ്യ സുരക്ഷാ വകുപ്പ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ എന്തെല്ലാം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കുവാൻ, അവർക്ക് നീതിയുടെ വ്യവസ്ഥയിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള നീതി നിയമങ്ങൾ, സംരക്ഷണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സമിതികൾ ഇവിടെ, വനിതാ കമ്മീഷനും അതോടൊപ്പം തന്നെ വനിതാ ജാഗ്രതാ സമിതികളും. ഇന്നിപ്പോൾ നിങ്ങൾ തലസ്ഥാന നഗരിയിൽ കേരളത്തിന് ഒരു അവാർഡ് തന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾക്കൊരു അവാർഡ് കൊടുക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ ജാഗ്രതാ സമിതി കൃത്യമായി പ്രവർത്തിപ്പിക്കുന്ന ജില്ല അല്ലെങ്കിൽ കോർപ്പറേഷനായ തിരുവനന്തപുരം നഗരസഭ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. എന്നാൽ ഞാൻ പറയില്ല
സ്ത്രീ സമൂഹം കേരളത്തിൽ പൂർണ്ണമായും സുരക്ഷിതരാണ്, നമ്മുടെ രാജ്യത്ത് സുരക്ഷിതരാണ്? ഒരിക്കലുമല്ല. ഒരുപാട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ആ സഞ്ചാരത്തിൽ രാഷ്ട്രീയമല്ല, ആ സഞ്ചാരത്തിൽ ജാതിയല്ല, ആ സഞ്ചാരത്തിൽ മതമല്ല, ആ സഞ്ചാരത്തിൽ പ്രാദേശികവാദമില്ല. ആ സഞ്ചാരത്തിൽ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടാണ്. അവളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവളുടെ അന്തസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവൾക്കിവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവളുടെ മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു പൊതുസമൂഹം ഈ രാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്തില്ലാതാവണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ദിനമാണ് ആ ദിനം ഓർമ്മിപ്പിക്കപ്പെടാൻ മാത്രമാണ് നമ്മുടെ വനിതാ ദിനങ്ങൾ ആഘോഷിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ലാതെ ഇത്രയും ചെറുതായി നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും മോശകരമായ ഒരു അവസ്ഥയിലേക്കും കേരളത്തിലെ കോവളത്തൊരു ടൂറിസ്റ്റ് വനിത പീഡിപ്പിക്കപ്പെട്ടുവെന്നും അതോടൊപ്പം ഇവിടെ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു, നിങ്ങൾ അങ്ങനെ നമുക്ക് അന്തസ്സും അഭിമാനവും വളർത്തുന്നതിന്റെ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. ആശാ വർക്കർമാര് ഈർക്കിൽ പാർട്ടി എന്നും ബക്കറ്റ് പിരിവുമെന്നും ഒക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരെ രാഷ്ട്രീയമായി തന്നെ വിമർശനം ഉന്നയിക്കാതെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ തന്നെ ശ്രീമതി രാഖി രവികുമാറിന് പറയാൻ കഴിയുമോ അത് തീർത്തും അനാവശ്യമായ ഒരു പരാമർശമായിരുന്നുവെന്ന്? പീഡനത്തിന്റെ തോത് അളക്കുന്ന നയത്തോട് എതിർക്കാൻ കഴിയുമോ? ഏത് രാഷ്ട്രീയ നേതാവും സ്ത്രീകൾക്കെതിരെ എന്ന് മാത്രമല്ല ഒരു സമരത്തിനെതിരെയുമൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരവും വിചാരവുമാണ്. അതിന് ഞാൻ ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പൊതുസമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയോ പൊതുസമൂഹത്തിന്റെയോ വാർത്തകൾ അല്ലെങ്കിൽ വാക്കുകളായി അതിനെ കാണരുത്. അതൊരു വ്യക്തിയിൽ വ്യക്തിയല്ല. ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. കേരളം നോക്കി കാണുന്ന ഒരു സമരത്തിന് നിരവധി വ്യക്തികളെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ പറയുന്ന കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ നിങ്ങൾ കാണുകയാണ്. ഉമ്മ കൊടുത്തോ എന്ന് ചോദിക്കുന്നതൊക്കെ ഒക്കെ നമ്മൾ കാണുകയാണ്. കേന്ദ്രമന്ത്രിമാരെ നമ്മൾ കാണുകയാണ്. പൊതുപ്രവർത്തനത്തിൽ നിരവധിയായിട്ടുള്ള കേരളം കേണപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പറയാത്തതെന്ന് നിങ്ങൾക്ക് വേണ്ടത് കിട്ടുമെന്ന് പറയുന്ന മന്ത്രിമാരെയും നമ്മൾ കാണുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായതുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാം എന്നുള്ളത് ഞാൻ പറയും. ഞാൻ സ്ത്രീയാണ്, ഒരു സ്ത്രീപക്ഷവാദിയാണ്, ഒരുപക്ഷെ സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരാളും പറഞ്ഞ അത്തരത്തിലുള്ള വാക്കുകളെ ഞാൻ ന്യായീകരിക്കില്ല. അത് BJP രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും ഒരു തരത്തിലും ഞാൻ അത്തരത്തിലുള്ള വാദങ്ങളെ ന്യായീകരിക്കുന്ന ആളല്ല. ശരി, നല്ല കാര്യം. അത് തുടർന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം വളരെ മുന്നോട്ട് പോയി കേരളം എന്ന് പറയുമ്പോൾ ഇതുവരെ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥമായ സത്യം. ശ്രീമതി ജയ രാമചന്ദ്രക്കുറുപ്പ്, ഒരു അധ്യാപികയ്ക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ആയിരിക്കും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊട്ടറിയാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും ചെറിയ തലമുറയെ പഠിപ്പിച്ച് വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം വളരെ കടമയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. താങ്കൾ ഏറെ നാൾ ആ ഒരു ജോലി ചെയ്ത വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന അപജയം അത് സ്ത്രീകൾക്കെതിരെ ആയാലും കുട്ടികൾക്കെതിരെ ആയാലും ഇനി ലഹരി ആയാലും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ അപജയങ്ങൾക്കൊക്കെ അടിസ്ഥാനം? ഇതിനൊരു മാറ്റം എങ്ങനെ വരുത്താം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞ ആശയെ പറ്റിയാണ്. ആശ അത് രാഷ്ട്രീയവൽക്കരിച്ചു. അത് ശരിക്കും അവർക്ക് അർഹതപ്പെട്ടതാണ്. അവർക്കൊരു 10,000 രൂപ വെച്ചെങ്കിലും മിനിമം അവർക്ക് ശമ്പളവും കൊടുക്കണം. അവർ കൊറോണയ്ക്ക് നമ്മുടെ വീട് തോറും പാവങ്ങൾ കയറി വന്ന് ആ പകരുവെന്നൊന്നും നോക്കാതെ നമ്മളോട് സഹകരിച്ച പാവങ്ങളാണ്. അവിടെയും രാഷ്ട്രീയമുണ്ട്. എന്നോടൊരു ആശയിലെ ഒരു വർക്കർ എന്നോട് പറഞ്ഞു എനിക്ക് 13,000 രൂപ ശമ്പളം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു ഇവർ പിന്നെന്തിനാ പോയിരിക്കുന്ന 7,000 ഉള്ളെന്നും പറഞ്ഞോണ്ട്. അപ്പം അങ്ങനെ 2 ശമ്പളം അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടി അനുസരിച്ചാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആശാ വർക്കർമാരെ കണ്ണീര് ഈ 27 ദിവസം അതിനാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവർ ആ പാർട്ടിയിലില്ല. കമ്മ്യൂണിസത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൊടുത്തിരുന്നേനെ. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ആശയെ സഹായിച്ചേ പറ്റൂ ഗവൺമെന്റ്. എല്ലാ ആശമാർക്കും ഒരുപോലെ ശമ്പളം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ റേഷൻ കാർഡ് വരെ സ്ത്രീകളുടെ പേരാണല്ലോ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഇപ്പൊ സ്ത്രീകൾ തന്നെയാണല്ലോ റേഷൻ കാർഡ് വരെ. എവിടെ പോയിട്ട് ഞാൻ ഈ ടോപ്പിക്ക് മിണ്ടണ്ട മിണ്ടാതിരുന്നത്. സ്വയം രക്ഷപ്പെടണമെന്ന് അതിനാണ് ആദ്യമേ ഞാൻ പറഞ്ഞ സ്വയം രക്ഷപ്പെടണമെന്ന്. ഇന്ന്
ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വന്ന ആളാണ്. ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ട ഞാനിവിടെ കോഴിക്കോട് വന്നത് ജോലിക്ക് വേണ്ടിയാണ്. ഞാൻ 30 കൊല്ലമായി കോഴിക്കോട് ജീവിക്കുന്നു. ഇന്ന് വരെ എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല. എനിക്ക് പോലീസിന്റെ സഹായം കിട്ടിയിട്ടുമുണ്ട്. ഞാൻ എന്ത് പരാതി പോയി പറഞ്ഞിട്ടും എന്നെ പോലീസുകാർ സഹായിച്ചിട്ടുമുണ്ട്. എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല. പക്ഷെങ്കിൽ ഇവിടെ സ്ത്രീക്ക് സുരക്ഷയുണ്ട്, നല്ല സുരക്ഷയുണ്ട് ഇവിടെ. പക്ഷെങ്കിൽ ആ സുരക്ഷ ശരിയായ രീതിയിൽ സ്ത്രീകൾ വിനിയോഗിക്കുന്നില്ല. സ്ത്രീകളുടെ തന്നെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ എലന്തൂര് 2 സ്ത്രീകളെ കൊണ്ടുവന്നേ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാ കുത്തിക്കൊന്ന്, എവിടെ കൂടെയൊക്കെയാ കുത്തിക്കൊന്ന് ഇട്ടത്. എന്തിനാണ് കേരളത്തിന് വെളിയിലോട്ട് പോകുന്നത്? ഞാൻ ഇന്ത്യ ഒട്ടേക്ക് 3 പ്രാവശ്യം ഒന്നും അല്ല സഞ്ചരിച്ചിട്ടുള്ളത്. ഇന്ത്യ ആകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ. ഗുജറാത്തിൽ കൂടെ ഒക്കെ ഞാൻ രാത്രി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യരും ഇല്ല, പശുക്കളുണ്ട്, ഒരു മനുഷ്യരും ഒന്നും ചെയ്തില്ല. ഈ കഞ്ചാവും കള്ളും നിർത്തിയാച്ച് സ്ത്രീകൾ മാന്യമായ രീതിയിൽ എവിടെ പോയാലും തിരിച്ചു വരും. പീഡിപ്പിച്ചു 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 എന്ന് പറയുന്നത് 10-20 കൊല്ലം ജീവിച്ചിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നല്ല പീഡിപ്പിച്ചെന്ന് പറയേണ്ടത്. ആരാന്നേലും ബോച്ചയാന്നേലും ഒന്നും ചെയ്തിട്ടില്ല. ബോച്ചയ്ക്ക് അറിയാവുന്ന ആളിനെ വിളിച്ച് ബോച്ച അതിനുള്ള കൂലിയും കൊടുത്ത് അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ബോച്ചയ്ക്കെതിരെ പോയി കേസിന്, PC ജോർജിനെതിരെ പോയി കേസിന്. എന്തിനാണ് ഇവരുടെയൊക്കെ എതിരെ കേസിന് പോകുന്നത്? നല്ലത് പറയുന്ന ആണുങ്ങളുടെ മുഴുവൻ, പുരുഷന്മാരുടെ മുഴുവൻ പേരിൽ കേസിന് പോകുമല്ലേ? ആർക്കെങ്കിലും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യമുള്ളത്. സ്ത്രീകൾക്കാണ് ഇവിടെ അസുരക്ഷയുള്ളത്. സ്ത്രീകൾ അത് വിനിയോഗിക്കുന്നില്ല. തോന്നിയാസം പോയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികളും അത് തന്നെ. ഞാൻ ജുവനൈൽ ഹോമിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അവിടുത്തെ കുട്ടികളും ശരിയായ രീതിയിൽ മാതാപിതാക്കൾ നോക്കാഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റിയത്. മാതാപിതാക്കൾക്കും അവിടെ കുറ്റമുണ്ട്. കുട്ടികൾ പ്രായപൂർത്തിയായില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്, സ്കൂളിൽ വിട്ട ടീച്ചർമാർക്കുണ്ട്. ആ ടീച്ചർമാരും ശരിയായ രീതിയിലുള്ള ടീച്ചർമാരല്ലെങ്കിലേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരിയായ രീതിയിൽ പഠിച്ച് നല്ല മിടുക്കരായിട്ടുള്ള ടീച്ചർമാർ കാശ് കൊടുക്കാതെ ജോലി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് കുട്ടികളെ നോക്കിയിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് 100 കൂട്ടം അനുഭവങ്ങളുണ്ട്. 30 കൊല്ലമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ട്രെയിനേ നടന്ന് എന്നെ ആരും പീഡിപ്പിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് വന്ന് രാത്രി പാരാത്രിക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് ട്രെയിൻ കിട്ടാതെ പോയിട്ട് ഞാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോലീസിനെ അഭയം തേടിയിട്ടുണ്ട്. എന്നെ പോലീസ് രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ക്യാമറയുടെ താഴിലൊക്കെയാണ് പോയി നിന്നത്. രാത്രി വന്നിട്ടുണ്ട്, അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. 30 കൊല്ലത്തെ അധ്യാപന ജീവിതത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാരമായ മാറ്റങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും കുട്ടികളെ നമുക്ക് അറിയാം. ഞാൻ സൈക്കോളജി പഠിച്ചതാണ്. അപ്പം എനിക്കറിയാം കുട്ടികളെ എന്നെ കുട്ടികൾ സ്നേഹിച്ച പോലെ ഒരു ടീച്ചറിനെ എൻ്റെ ജുവനൈൽ ഹോമിലെ കുട്ടികൾ സ്നേഹിച്ചിട്ടില്ല. ആ കുട്ടികൾ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയുമായിരുന്നു. ചൂരലൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കുട്ടികളാരും എന്നോടൊന്നും പറയാതെ ഇരുന്നിട്ടില്ല. എല്ലാ രഹസ്യങ്ങളും വന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജുവനൈൽ ഹോമിൽ പ്രതികരിക്കാൻ പറ്റിയതും അവിടെ 4 കൊല്ലം ആ സസ്പെൻഷനിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തോളം അനുഭവിച്ചത്. ഞാൻ എൻ്റെ ഒരു മനുഷ്യരെ അറിയിക്കാതെ അവിടെയും ഞാൻ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചു? ഒറ്റ സ്ത്രീകൾ, ഒരു സ്ത്രീ എങ്ങനെ തനിച്ച് അതിജീവിച്ചു? ഈശ്വരൻ ഉണ്ടായിരുന്നു കൂടെ. അതൊന്നും ഇല്ല. ചുമ്മാ തോന്നിവാസം വേണ്ടാത്ത കാര്യങ്ങൾക്ക് നടന്നിട്ട് പുരുഷന്മാരെ കുറ്റം പറയാ. എന്തിനാ നമ്മുടെ ഇന്ത്യയിലെ കാര്യം മൊത്തത്തിൽ നിങ്ങൾ പറയുന്നത്? ഇന്ത്യയിൽ എന്തോ BJP ചെയ്താ അതൊക്കെ? ഈ പെണ്ണുങ്ങൾ വൈരാഗ്യമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആണുങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആണുങ്ങൾ കുത്തിക്കീറുകയാണ്. എന്തിനാണ് അതിന് പോന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് സ്ത്രീകളെ കുത്തിക്കൊല്ലുന്നതും വേണ്ടാതി കാണിച്ചത്. എലന്തൂർ എന്താ കൊന്നത്? എലന്തൂർ എന്താ 2 സ്ത്രീകളെ കൊന്നത്? 15,000 ചോദിച്ചോണ്ട് അവരവിടെ വന്നെന്ന്. പണം ചോദിച്ചോണ്ട് അവിടെ ചെന്നപ്പോ അവർക്ക് വൈരാഗ്യം തോന്നിയതാ. അതെ, പക്ഷേ ടീച്ചർ, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ചില കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പൊതുവായി പറയാൻ കഴിയുകയില്ല. അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ വളരെ ശക്തിയുള്ളത് ആണ് എങ്കിൽ അത്തരം ക്രിമിനലുകൾ അല്ലെങ്കിൽ ആ കൊടും പാതകം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കും. ആ ആലോചനയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത്. അല്ലാതെ നമുക്ക് അവർ ഇരകളായിക്കോട്ടെ, അവർ അർഹിക്കുന്നതാണ് കിട്ടിയത് എന്നൊന്നും നമുക്ക് പറഞ്ഞ് കൈയൊഴിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം അത്രമാത്രമാണ് ആക്രമണ പരമ്പരകൾ ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിൽ അരങ്ങേറുന്നത്. ടീച്ചറിലേക്ക് എത്താമതിന് മുൻപ് ശ്രീമതി നവ്യ ഹരിദാസ്, ഇന്ന് കേരളത്തിലെ സാഹചര്യം നമുക്ക് പരിശോധിച്ചു പോയേ മതിയാകുകയുള്ളൂ. അതിൽ നിന്നൊന്നും നമുക്ക്
മാറി ചിന്തിക്കാനോ കൈ കഴുകാനോ ഒന്നും കഴിയുകയില്ല. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആശാ വർക്കർമാരുടെ സമരം. 27 ദിവസം പിന്നിടുന്നു. ഇന്ന് വനിതാ ദിനത്തിൽ അവർ ഒരു മഹാസംഗമം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. ഏറ്റവും തുടക്കത്തിലെ തന്നെ നമ്മുടെ എല്ലാ അതിഥികളും പറഞ്ഞത് സ്ത്രീയുടെ ആത്മാഭിമാനം, അന്തസ്സ് ഇവയൊക്കെയാണ് ഉയർത്തേണ്ടത് എന്നാണ്. പക്ഷേ ഈ വനിതകൾക്ക് ഈ സമരത്തിൽ ഉടനീളം നേരിട്ടത് ഏത് രീതിയിൽ, എത്രത്തോളം മോശമായ പരാമർശങ്ങളും അപമാനിതരാക്കപ്പെടുകയുമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നിരന്തരം അവരെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ വൃന്ദം തന്നെ അവർക്ക് ചുറ്റും ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു മാറ്റവുമില്ലാതെ അവർ ഇപ്പോഴും ആ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും എന്ന് പറയുന്നു. ആ ഉറച്ച മനസ്സിനെ ആദ്യം തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ നേരിടുന്ന വ്യഥകൾ, അവർ നേരിടുന്ന അപമാനം, ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ആശാവർക്കർമാരുടെ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു 2 കാര്യങ്ങൾക്കുള്ള മറുപടി എനിക്ക് ഇവിടെ പറയാനുണ്ട്. ശ്രീമതി രാഖി രവികുമാർ പരാമർശിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ. നമ്മളിവിടെ തീർച്ചയായിട്ടും ഒരു കേസിനെയും ചെറുതായി കാണുന്നില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം തന്നെ നിർത്തലാക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അത് കേരളത്തിനകത്തായാലും ശരി പുറത്തായാലും ശരി, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണം, നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അവരെ കൊണ്ടുവരണം, അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇവിടെ ശ്രീമതി രാഖി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച്. പക്ഷെ നമ്മളെപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് നോക്കി നിൽക്കുന്നതിന് പകരം നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുകൂടി ഒരു അവലോകനം തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ വാളയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 പിഞ്ചു കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത 2 പിഞ്ചു കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തല മുണ്ഡനം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഒരു അമ്മയുടെ നാടാണ് നമ്മുടെ സംസ്ഥാനം. അവസാനം നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വകവെച്ചുകൊണ്ട് ഇവിടെ സർക്കാർ, നമ്മുടെ ഭരണ സംവിധാനം ആ പ്രതിയെ പിടികൂടിയിരുന്ന പശ്ചാത്തലത്തിൽ ആ പ്രതി CPM കാരനാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് ആ പ്രതിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് വടക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രം, തെക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ കാര്യമാത്ര പ്രസക്തമായിട്ട് എടുക്കേണ്ടത് എന്നുള്ള നിലപാടിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ ചെറുതായി കാണുന്നതല്ല, അതിന് ഉപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിഹാരം എന്ന വണ്ണം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഈ സംസ്ഥാനം എങ്ങനെ മുൻപോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യം. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുംഭമേള നടക്കുന്ന ഇടത്തു നിന്നും നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടി ഇപ്പോൾ എഴുത്തും വായനയും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീമതി രാഖിയെ ക്ഷണിക്കുകയാണ് വയനാട്ടിലേക്കും അതുപോലെ പാലക്കാട്, അട്ടപ്പാടി മേഖലകളിലേക്കുമൊക്കെ. അവിടെ ട്രൈബൽ പീപ്പിൾ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവിടെ എഴുത്തും വായനയും അറിയാത്ത എത്ര ആളുകളെ നിങ്ങൾക്ക് കാണണം. എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോ സംസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനം നമ്പർ 1 ആണ്, 100% സാക്ഷരത കൈവരിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രദേശങ്ങളിൽ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി നിലകൊള്ളുന്ന പ്രദേശങ്ങളിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പടി പോലും കാണാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാരായിരിക്കുന്ന നിരവധി പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇടം നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എഴുത്തും വായനയും അറിയാത്ത കുട്ടികളെ ടാർഗറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരിലേക്കും ആ ഒരു വിദ്യാഭ്യാസം എത്തിപ്പെടണം എന്നുള്ള കാര്യത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ. തൊഴിലുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഉള്ളൂ. അങ്ങനെ മാത്രമേ സ്ത്രീക്ക് ഒരു കോൺഫിഡൻസോട് കൂടെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം വേണം. ആ വരുമാനദായകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എപ്രകാരം ആ പദ്ധതികൾ നടപ്പിലാക്കാം എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ പ്രദേശത്ത് നിന്നും ഉയർന്നു വരേണ്ടതാണ്. ഇന്നിവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം താണ്ടി കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും എല്ലാ അമ്മമാർക്കും കുടിവെള്ളം എത്തിക്കണം എന്നുള്ള ബൃഹത് പദ്ധതിയായിട്ട് ജൽജീവൻ മിഷൻ പദ്ധതി ആവിഷ്കരിച്ചതും മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത് 100% കൈവരിച്ച സാഹചര്യത്തിലും നമ്മുടെ കേരളത്തിൽ ഇന്നും അത് പാതി വഴിയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലകൊള്ളുന്നത്. അപ്പൊ പല ഭാഗങ്ങളിലും പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കണക്ടിവിറ്റി ഉറപ്പാക്കാത്തത് കൊണ്ട് കുടിവെള്ളം എത്താത്ത നിരവധിയായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ
സംസ്ഥാനത്തുണ്ട്. പക്ഷെ അതേ സമയത്ത് കുടിവെള്ളം എത്തിപ്പെടുക പോലും ചെയ്യാതിരുന്ന മറ്റു പല സംസ്ഥാനങ്ങളും 100% ഇത് അച്ചീവ് ചെയ്തു എന്നുള്ളതും വസ്തുതയാണ്. ഇനി താങ്കളുടെ ചോദ്യം ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച്. 27 ദിവസം പിന്നിട്ടിട്ടുള്ള തീർത്തും ന്യായമായിട്ടുള്ള ഒരു സമരം. ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയെ കോവിഡിന്റെ സമയത്ത് അതിന്റെ നെടുംതൂണായിട്ട് പ്രവർത്തിച്ചിരുന്ന സഹോദരിമാരാണ്. ആയിരക്കണക്കിന് ആശാ വർക്കർമാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ആശാ വർക്കർമാരുടെ ഒരു സംഘടന തന്നെയാണ് തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ആരംഭിച്ചത്. ഈ സമരം ആരംഭിച്ച വേളയിൽ അവർക്ക് 3 മാസത്തെ ശമ്പളമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇൻസെന്റീവ്സ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7000 രൂപ ആശാ വർക്കർമാർക്ക് ശമ്പളവും അതിൽ കൂടുതൽ കിട്ടുന്നത് ഇൻസെന്റീവ്സ്. അത് ഡിപ്പെൻസ്. ഓരോ പ്രദേശത്ത് ഗർഭിണികൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വാസക്ടോമി ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക്, അതുപോലെ ഓരോ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവരുടെ ഇൻസെന്റീവ്സ് അനുവദിച്ച് നൽകുന്നത്. ആ ഇൻസെന്റീവ്സിൽ വർധന വരണമെന്നും 232 രൂപ എന്ന് പറഞ്ഞ ചെറിയ തുകയിൽ നിന്ന് അവരുടെ ഇൻകം വർദ്ധിപ്പിക്കണമെന്നും 7000 രൂപ ഓണറേറിയം എന്നുള്ളത് വർദ്ധിപ്പിക്കണമെന്നുള്ള തീർത്തും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഒരു AC റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന വർക്കല്ല ആശാ വർക്കർമാരുടേത്. ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് രാപ്പകൽ ഒരുപോലെ പുറമെ വെയിലും മഴയും കൊണ്ട് ചെയ്യുന്ന ഒരു അധ്വാനമാണ് ആശാ വർക്കർമാരുടേത്. അത് പല സാംക്രമിക രോഗങ്ങളും തടയുന്നത് ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള ശുചീകരണ പ്രക്രിയകൾ നമ്മുടെ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നത്, കണക്കുകൾ എടുത്തുകൊണ്ട് കോളറ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, മഞ്ഞപ്പിത്തം ഇപ്പൊ പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള സർവേയുടെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടും വീടുകളുമായിട്ടുള്ള സമ്പർക്കം നടത്തിക്കൊണ്ട് ഫീൽഡിൽ തന്നെ 24 മണിക്കൂറും സമയം ചെലവഴിക്കുന്ന ആശമാർ അവരുടെ ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അടിച്ചൊതുക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നത്. സമരം ആരംഭിക്കുന്ന വേളയിൽ 3 മാസത്തെ ശമ്പളമായിരുന്നു പെൻഡിങ് എങ്കിൽ അതിനുശേഷം കുറ്റപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തത് കൊണ്ടാണ് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആയാലും ശരി, ശ്രീമതി വീണ ജോർജ് ആയാലും ശരി, കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന്റെ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട് തടി ഊരാനുള്ള ഒരു പരിശ്രമമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. എന്നാൽ കണക്കുകൾ പുറത്തുവിട്ട സമയത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളം ആവശ്യപ്പെട്ട കണക്കും കേന്ദ്രം നൽകിയിരിക്കുന്ന കണക്കും വെച്ചുകൊണ്ട് 100 കോടിയുടെ കുറവ് അത് കേന്ദ്രത്തിൽ നിന്നും വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആക്ഷേപവുമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവുമായിട്ട് ശ്രീമതി വീണ ജോർജ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് കേരളം 2024-25 സാമ്പത്തിക വർഷത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് 913.24 കോടി രൂപയാണ്. അത് കേരളം കൊടുത്ത കണക്കാണ്. എന്നാൽ ആദ്യം ജനുവരി ലാസ്റ്റിലേക്ക് കിട്ടിയിരുന്ന വിവരാവകാശത്തിന്റെ മറുപടി എന്ന് പറയുന്നത് 815.71 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതിനുശേഷം 97 കോടിയുടെ കുറവുണ്ട്. 97 കോടി കണക്കുകളിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് പിന്നീട് അധിക്ഷേപത്തിലേക്ക് വന്നതും സമാന്തരമായി ഈ ശ്രീമതി നവ്യ ഹരിദാസ് ഓർക്കുന്നുണ്ടാകും, CITUവിന്റെ നേതൃത്വത്തിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് സമാന്തരമായി ചില സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തയ്യാറാകുകയുണ്ടായി. പക്ഷേ അതെല്ലാം പൊളിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, പഴി പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയം ആയി തന്നെ എടുത്താൽ പോലും ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി പൊരുതേണ്ടത് സ്ത്രീകൾ തന്നെയാണ് എന്ന് തന്നെ അവസാനം പറഞ്ഞു വെക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിൽ പൊരുതുന്ന സ്ത്രീകൾക്ക് ചില കൈത്താങ്ങുകൾ ആവശ്യമാണ്. ആ കൈത്താങ്ങുകളാണ് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും പോലീസ് സംവിധാനങ്ങളും എന്ന് പറയുന്നത്. നിരന്തരം അധിക്ഷേപിച്ച് ഏതൊരു സമരത്തെയും അടിച്ചൊതുക്കലല്ല ഈ വിപ്ലവ ലോകത്ത് വേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പുരുഷ സമൂഹം ആലോചിക്കുന്നേ ഇല്ല എന്ന് തന്നെയല്ലേ നമുക്ക് ഏറ്റവും ഒടുവിലായി നടക്കുന്ന ആശാ സമരത്തെ താരതമ്യം ചെയ്താൽ പറയാൻ സാധിക്കുന്നത്? അതെ, പുരുഷ സമൂഹം ഒരിക്കലും അത് അംഗീകരിച്ചു തരാന് പരസ്യമായി അംഗീകരിച്ചു തരാൻ ഭയങ്കര മടിയാ. അത് മെജോറിറ്റി അങ്ങനെ തന്നെ വരുന്നുള്ളൂ. അത് എന്തുകൊണ്ട് മതമാണോ ജാതിയാണോ ഒന്നും പറയാൻ ഇപ്പൊ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ നമ്മള് ഇപ്പോ അവര് പറഞ്ഞല്ലോ, രാഖിജി പറഞ്ഞ മോണോലിസിനെ പറ്റിയിട്ട് കുംഭമേളയിൽ വന്ന പെൺകുട്ടി അക്ഷരജ്ഞാനില്ലാത്ത അതിനെ പറ്റി എനിക്കൊന്ന് വ്യക്തമാക്കണമെന്നുണ്ട്. കാരണം കുംഭമേളയിൽ ആകെ ഒരു മോണോലിസിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ.
കേരളം, പ്രത്യേകിച്ചും കേരളം. മഹാകുംഭമേള കോടിക്കണക്കിന് ആൾക്കാർ അവിടെ വന്നതില് ഒരുപാട് പെൺകുട്ടികൾ മാല വിൽക്കാൻ വന്നു. പക്ഷെ ഈ പിന്നെ മോണോലിസ മാത്രം വൈറലായതിന്റെ ഒരു കാര്യമുണ്ട്. ഈ മോണോലിസ അതിന്റെ ഗൂഗിൾ അക്കൗണ്ട് അല്ല, ഇൻസ്റ്റ നോക്കുക. അവരാദ്യമേ അതൊരു ടാർഗറ്റ് ഇട്ട ഒരു പ്രീ പ്ലാൻഡ് വൈറലായിരുന്നു, വൈറലായിട്ടുള്ളത്. അവര് 50 ലാഖിൽ അധികാരം 50,000 എല്ലാം പാസ്പോർട്ട് എടുത്ത് നാട് വിടുക. ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ, ആരോ സംസാരിക്കുന്ന ഇടയില്. ഹലോ ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇവിടെ നിന്നല്ല, തുടരാം. ഓക്കെ. അപ്പോ ഈ ഒരു പിന്നെ നമുക്കറിയാം, പിന്നെ ഈ മോണോലിസനെ വൈറലാക്കിയത് ആരാ? ഈ യൂട്യൂബേഴ്സും ലോകത്തിലുള്ള. പിന്നെ അക്ഷരം പഠിച്ചിട്ടില്ല മോണോലിസ എന്ന് എങ്ങനെയാ പറയാ? ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം. അതിന് മുമ്പ് തന്നെ 50,000 മേലെ പിന്നെ ഫോളോവേഴ്സ് ഉള്ള മോണോലിസയാണ് മാല വിൽക്കാൻ അവിടെ എത്തിയതും കുറച്ച് പോയത്. ഇതൊരു പ്രീ പ്ലാൻഡ് ഒരു വൈറൽ തരംഗം ഉണ്ടാക്കിയതാ. ഇത് മനസ്സിലാവാത്ത കുറെ ആൾക്കാർ ഇപ്പൊ വേണമെങ്കിൽ മോണോലിസന്റെ ചാനലും യൂട്യൂബ് ചാനലും ഇൻസ്റ്റ എടുത്ത് പരിശോധിക്കുക, അവരിപ്പൊ എന്താ ചെയ്യണം. ഞാൻ ആരെയും അധിക്ഷേപിക്കല്ല, പക്ഷെ ഒരു കുട്ടി അങ്ങനെ രക്ഷപ്പെട്ട് ഒരു വലിയ ഫിലിം സ്റ്റാർ ആണെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ആ കുട്ടീനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീന്റെ കൂടെയുള്ള മാഫിയ സംഘങ്ങളൊന്നും ഇപ്പൊ നോക്കിയാൽ അറിയാം. ഇപ്പൊ കോഴിക്കോടിൽ എത്തിയത് എങ്ങനെയാ? കോഴിക്കോട് എത്തി. പിന്നെ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സ്കൂളുകളുണ്ട്. കുട്ടി സ്കൂളിൽ പോകാത്ത ആരെയും കുറ്റല്ല. അപ്പൊ ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെട്ട് മാല വിൽക്കാൻ അച്ഛന്റെയും അമ്മന്റെയും കൂടെ എല്ലാ സ്റ്റേറ്റിലൂടെയും നടക്കുന്ന, നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ നാടാരിച്ചി പെൺകുട്ടികൾ എന്ന് പറയുമായിരുന്നു മലയാളത്തിൽ. അവിടെ അങ്ങനെ പിന്നാലെ നടക്കുമ്പോ സ്കൂളിൽ പോകാൻ കഴിയില്ല എല്ലാ സ്ഥലത്തും. എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല? MBBS കോളേജിന് അടക്കം കേരളത്തില് പിന്നെ ഇന്റേൺഷിപ്പ് കൊടുക്കാത്ത കോളേജില് മധ്യപ്രദേശിൽ കുട്ടികൾ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശില്. അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മോണോലിസ അവിടെ വന്നു എന്നുള്ള. മോണോലിസ സ്കൂളിൽ പോകാത്തോണ്ട് അവരുടെ അജണ്ട വേറെയാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും എന്നുള്ളത് ഞാൻ പറയുന്നു. അതേപോലെ മഹാകുംഭമേളയില് എന്റെ അട്രാക്ഷൻ മാറ്റാൻ വേണ്ടി വന്ന ഒരു മോണോലിസ ആയിരുന്നില്ലേ? വേറെ എന്തെല്ലാം സംഭവങ്ങൾ അവിടെ വന്നു ആ മഹാകുംഭമേളയില്. ആരെങ്കിലും എന്തിനെ പറ്റിയും പറയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടു, ഒരു വലിയ ചാനൽ പോലും അതിനെ ആക്ഷേപിച്ചു പറഞ്ഞു. അതിലുപോലെ തന്നെ നാഗസന്യാസി, ഇന്ത്യന്റെ ട്രഡീഷൻസ് എങ്ങനെ ഒത്തുകൂടാന്ന് കണ്ട ഒരു സംസ്കാരത്തിനെ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളെ ഈ ഉത്സവങ്ങളും നമ്മുടെ ഏത് ജാതിന്റെ ആയാലും നമ്മളെ ഒരു കൂട്ടായ്മയും നമ്മളെ ഒത്തുചേരലും സെലിബ്രേഷൻസും ഒക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ശക്തി നൽകും. അതിൽ പോയ ഒരാളെ അപമാനിച്ചായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുംഭമേളയിൽ പോയി ഒരു പെണ്ണിനെ അപമാനിച്ചു കേട്ടിട്ടുണ്ടോ? പക്ഷെ അവിടെ പോയി പെണ്ണിന്റെ കുളിക്കടവില് പെണ്ണിന്റെ വീഡിയോ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയും പോയി. അതാണ് ഇങ്ങനത്തെ പണിയെടുക്കുന്ന വൃത്തികെട്ടവന്മാര് എല്ലാ സ്ഥലങ്ങളിലും എത്തും. പെണ്ണിനെ അപമാനിക്കാൻ ഒരു ചാൻസ് കിട്ടണ എവിടെയാണെന്ന് നോക്കുക. അവിടെ ഇപ്പൊ ആരെങ്കിലും തുണി മാറിയ നോക്കാൻ അവിടെ ആർക്കും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, ആ ഗംഗാ തീരത്ത് തന്നെ റൂമിലൊന്നും ക്യൂ നിൽക്കാൻ പറ്റാതെ അവിടെ ഒരു പെൺകുട്ടി മറച്ചു പിടിച്ചു വന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഡ്രസ്സ് മാറിയത്. ഒരു പെൺകുട്ടി അമ്മയെ സഹായിച്ച്. അങ്ങനെ ഓരോരുത്തരെ സഹായിച്ചാണ് അവിടുന്ന്. പക്ഷെ ആരെയും പിടിച്ചു പറിച്ചതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അത്രയും ജനങ്ങളുടെ. അപ്പൊ ഇത് നമ്മൾ തെക്കോട്ട് നോക്കിയിട്ട് നമ്മളെ സ്വന്തം സാധനങ്ങൾ കാണാതെ പോവാന്നല്ല. വടക്കോട്ട് നോക്കേണ്ട ആവശ്യമില്ല ശ്രീമതി നുസ്രത്ത് ജഹാൻ. നമ്മൾ മൊണാലിസയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഒരു മുമ്പ് ശ്രീമതി നുസ്രത്ത് ജഹാൻ 2 മാസങ്ങൾക്ക് മുൻപ് ഇങ്ങ് തെക്ക് കേരളത്തിൽ ചോറ്റാനിക്കരയിൽ ഒരു പോക്സോ കേസ് ഇര മരണപ്പെട്ടു. 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. എത്രയോ നാളായി ആ പെൺകുട്ടി കാമുകന്റെ കസ്റ്റഡിയിലായിരുന്നു. ഒരു പോക്സോ കേസ് ഇരയെ എങ്ങനെ തുടർന്ന് സംരക്ഷിക്കണം എന്നുള്ളത് ഒരു ജനകീയ ജാഗ്രതാ സമിതിയിൽ വിലയിരുത്തിയില്ല. ആ പെൺകുട്ടി ഒരു പഠനത്തിനും പോയിരുന്നില്ല. അവൾ വീട്ടിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി നിൽക്കുകയായിരുന്നു. തിരികെ എത്താം. മൊണാലിസയെ പറയുമ്പോൾ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പഠനത്തിനും പോകാതെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രം ഏറ്റ് ജീവിക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ഞാനതൊരു ഉദാഹരണമായി വൈറലായ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള മൊണാലിസ. അയോധ്യ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് വൈറലായ മറ്റൊരു ഞങ്ങൾക്ക് വേണ്ട അമ്പലങ്ങൾ
നുസ്രത്ത്, ഇടവേളയാണ്. ആഭ്യന്തര നുസ്രത്ത് കേൾക്കുന്നുണ്ടോ? ഇടവേളയാണ്. ഓക്കെ ബ്രേക്ക് കയറി കഴിഞ്ഞു. തിരികെ ചർച്ചയിലേക്ക്. 3 അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചർച്ചയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. ശ്രീമതി രാഖി രവികുമാർ, വളരെ പെട്ടെന്ന് വിമർശനങ്ങൾ അത് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉൾക്കൊണ്ടേ മതിയാകുകയുള്ളൂ. ഇവിടെ മൊണാലിസയായാലും കേരളത്തിൽ കൊല്ലപ്പെട്ട 19-കാരിയായ പോക്സോ കേസ് ഇരയായാലും എന്തിന് 4 വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും കേരളത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സ്ത്രീ സുരക്ഷയ്ക്ക് എന്തൊക്കെ നൽകുന്നുണ്ട് നൽകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. അത് മാറ്റി പറയേണ്ടുന്നത്, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ സ്ത്രീകൾ തന്നെ അത് ഉയർന്നു വന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ തന്നെയല്ലേ താങ്കളും കരുതുന്നത്? ഞാൻ അതിന് വളരെ വ്യക്തമായി പറയാം. ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു, ഇന്നത്തെ ദിവസത്തെ ചർച്ച എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെതിരെയല്ല. ഞാൻ ഒരിക്കലും അത്തരത്തിലല്ല സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ നിങ്ങൾ വിഷയങ്ങൾ മാറി ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഒരു പെൺകുട്ടിയും രാജ്യത്ത് ഒരിടത്തും ആക്രമിക്കപ്പെടാൻ പാടില്ല. അവളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ വനിതാ ദിനങ്ങളുടെ ആഘോഷങ്ങൾ. അവൾക്ക് ഇഷ്ടമുള്ളവൻ്റെ മുൻപിലല്ലാതെ ഒരു മനുഷ്യനും അവളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവളോട് താല്പര്യം തോന്നി നമ്മുടെ ശരീരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അഭിമാന പുരസ്സരം അന്തസ്സോടെ ജീവിക്കാൻ ഏതൊരു സ്ത്രീക്ക് ഏതൊരു പ്രദേശത്ത് കഴിയുന്നു അന്ന് മാത്രമേ നമ്മുടെ സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് വന്നു എന്ന് നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ പറ്റൂ. വനിതാ ദിനങ്ങൾ നമുക്ക് സമുചിതമായി ആഘോഷിക്കുന്നതിൽ കാര്യമുണ്ടാവും. അതല്ലാതെ കേരളത്തിൽ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആശാവർക്കർമാരുടെ വിഷയം പറഞ്ഞു, വയനാട് വിഷയം പറഞ്ഞു. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വയനാട്ടിൽ നവ്യയോടൊപ്പം, നവ്യ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഇലക്ഷൻ പ്രവർത്തനത്തിന് കൃത്യമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി. അന്ന് ഞാൻ ഈ പറയുന്ന ട്രൈബൽ പീപ്പിളിനെ എല്ലാം സന്ദർശിച്ചവരാണ്. അവിടെ സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവിടെ പ്രൊമോട്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അതിന് പിന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിട്ട് പോലും പലതും പ്രാവർത്തികമാകാതെ പോകുന്നു എന്നുള്ളത് അത് ഒരു പ്രദേശത്തെ മാത്രമല്ല, അത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഫണ്ടുകളെ കുറിച്ചും. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒറ്റ കാര്യം, ആശാ വർക്കർമാരുടെ കാര്യത്തിലുള്ള താങ്കളുടെ നിലപാട് അത് ഒറ്റ വാക്യം. മുകേഷിനെതിരെ ഇടതുപക്ഷം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അപ്രഖ്യാപിതമായി സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു വിലക്ക് വാക്കാൽ നൽകിയതല്ലാതെ ഇത്ര വലിയൊരു പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു ഉത്തരം ഈ കാര്യത്തിൽ ഇതുവരെ പ്രസ്ഥാനത്തിന്റെ വ്യക്തമായിട്ടുള്ള CPIയുടെ പ്രവർത്തനം എന്നുള്ളതിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സൂചനയിൽ നിന്ന് മാറി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇപ്പോഴും പറയട്ടെ, നിങ്ങൾ പറയുന്ന ഓരോ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഓരോ ആക്ഷേപങ്ങളും അല്ല നമ്മുടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും ഓരോ സംസ്ഥാനം ഭരിക്കുന്ന ഓരോ ഗവൺമെൻറ്റുകൾക്കും, BJPയുടെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീകളുടെ
തുല്യ പദവി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ഈ ദിനത്തിൽ ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഡിസ്കഷൻ. അതല്ലാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി രാഷ്ട്രീയപരമായി മറുപടി പറയാൻ എനിക്ക് കാര്യങ്ങളും ഇതുമുണ്ട്. ഇവിടെ പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് സൂചിപ്പിച്ചു. ചാർജ് ഷീറ്റ് വന്നപ്പോൾ അമ്മയാണ് പ്രധാന പ്രതിയാവുന്നത് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസൃതമായി ഓരോ സ്ഥലത്തും ഇവിടെ ആശാസമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തോളം നീണ്ടുനിന്ന കർഷക സമരം അടിച്ചമർത്താൻ വേണ്ടി BJPയുടെ സൽപുത്രൻ ട്രാക്ടർ ഓടിച്ച് കർഷകരുടെ ഇടയിലേക്ക് കയറിയതും അതോടൊപ്പം തന്നെ നമ്മുടെ യമുനാ നദി സൂചിപ്പിച്ചു പോയാൽ രാഷ്ട്രീയപരമായ മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീമതി നവ്യ ഹരിദാസ്, അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്. അതെ, ഇന്നത്തെ ദിവസം സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ കുറ്റപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ഒരുപാട് പുറകിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കൈവരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സ്ത്രീക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എടുത്തു നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള കേസുകൾ, പോക്സോ കേസുകളായാലും ശരി, സ്ത്രീ പീഡന കേസുകൾ, ഡൗറി കൊണ്ടുള്ള കേസുകൾ, അതൊക്കെ എടുത്തു നോക്കുമ്പോൾ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരു MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി മരണപ്പെടാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യവും, അതായത് അത് ഒരു പക്ഷെ അവർ ഡിഗ്രി പൂർത്തീകരിച്ച് ഒരു ഡോക്ടർ ആയതിനു ശേഷമായിരുന്നു അവരുടെ വിവാഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം അവിടെ ഒരുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അവിടെയും വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആ കുട്ടിക്കും വന്നിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയാലും തിങ്കിങ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ആയാലും അത് സ്ത്രീകൾക്ക് എന്ന് കൈവരിക്കാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ നമ്മുടെ സമൂഹത്തിൽ എല്ലാറ്റിനെയും ഒരു പ്രതികരണ ശേഷി സ്ത്രീകളിൽ വളർന്നു വരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. അത് കായികമായിട്ട് വേണ്ട ഇടങ്ങളിൽ കായികമായിട്ടുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ മാനസികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കൈവരിച്ചേ സാധിക്കും. ആ ഒരു രീതിയിലേക്ക് സ്ത്രീകൾക്ക് ശക്തരായിട്ട് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ആ ചിന്ത ആദ്യമായിട്ട് ഉടലെടുക്കേണ്ടത് സ്ത്രീകളുടെ മനസ്സിലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആരുടെയും പുറകിലല്ല, എല്ലാവർക്കും ഒപ്പമാണ്, ആരുടെയും മുകളിലും അല്ല എന്നുള്ള ഒരു ചിന്ത കൂടെ. എല്ലാവർക്കും ഒപ്പം നമുക്ക് ഈ സമൂഹത്തിൽ തുല്യതയോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരാശ്രയമില്ലാത്തൊരു ജീവിതം കൈവരിക്കണം. അതിന് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരു സ്നേഹത്തോടു കൂടെ കാണാനും ഇനി വരുന്ന തലമുറയായാലും ശരി, ഒരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ആണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്, അച്ഛന്മാരെക്കാളും കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു പുതിയ ജനറേഷനെ വളർത്തിയെടുക്കുന്നതിലും സ്ത്രീകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അതിലെല്ലാം തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ സ്ത്രീകൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തായാലും ശരി, നമുക്കറിയാം പിങ്ക് പോലീസിന്റെ ഒക്കെ ഇടപെടലുകളും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലുള്ള യാത്ര എന്ന് പറയുന്നത് ഉള്ളതിനേക്കാൾ കുറച്ചൊരു പ്രോഗ്രസ് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തും കാണുന്നുണ്ട്. അത് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള രീതിയിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലും മാറ്റങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ ഈ ഒരു വനിതാ ദിനത്തിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വനിതാ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇനി വരുന്ന കാലങ്ങളിൽ മാർച്ച് 8 മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്ത്രീകൾ ശക്തരായിട്ട് അഭിമാനത്തോടു കൂടെ തല ഉയർത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം അത് വിദൂരതയിലല്ല എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി, ശ്രീമതി ജയ, വളരെ പെട്ടെന്ന് എന്താണ് അവസാനമായി നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം? കാരണം ഏറ്റവും അധികം സന്മാർഗ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നല്ലോ. ഒന്നേ ഉള്ളൂ പറയാം, കള്ളും കഞ്ചാവും നിർത്തുക, അതാണ്. മയക്കുമരുന്നും മദ്യവും നിർത്തലാക്കുക. പിന്നെ പോക്സോ കേസൊക്കെ വെറുതെയാണ്. പോക്സോ വക്കീലന്മാർ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. വക്കീലന്മാർക്ക് ബില്ല് വെക്കുക. പിന്നെ കോടതി പോകാൻ ആർക്കും ഒരു ഇഷ്ടവുമില്ല. കോടതി പോയാൽ നീതി കിട്ടുന്നില്ല. പിന്നെ
പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മദ്യം മയക്കുമരുന്ന് നിർത്തിയിട്ട് ശരി. ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നുമല്ല, നല്ല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്ത് പെൺകുട്ടികൾ അവനവനെ സൂക്ഷിച്ച് നടക്കുക, സ്വയം രക്ഷപ്പെടാൻ നോക്കുക. ശരി ശരി. ജനം ഡിബേറ്റിൻ്റെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. തുല്യതയും നീതിയും ഉറപ്പാക്കാൻ പുതിയ പുതിയ സന്ദേശങ്ങളുമായി ഓരോ വർഷവും വനിതാ ദിനം ഇങ്ങനെ കടന്നു വരും. പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഗ്രാഫ് ഉയർന്നു വരുന്ന ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയും നാം കാണുകയാണ്. സമൂഹം, ഭരണകൂടം, നിയമ സംവിധാനങ്ങൾ എല്ലാത്തിലും ഉപരി ഓരോ സ്ത്രീയും ഇത്തരം അതിക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ നിരന്തരം പോരാടിയാൽ മാത്രമേ ഇതിന് ഒരു അറുതിയുണ്ടാകുകയുള്ളൂ. അതിജീവനത്തിൻ്റെ കരുത്താകട്ടെ ഓരോ വനിതാ ദിനവും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്കാരം.